ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജഡം ഭസ്മമാണ് എന്നൊരു നോമ്പ് വിചാരം ഉള്ളിൽ കൊണ്ടു നടക്കേണ്ടത് അനുഗ്രഹമാണ്. ശരീരമെന്ന് പറയണ ഈ ഇടത്തോട് ഭസ്മമാകാൻ ക്ഷണനേരം കൊണ്ട് സാധ്യമാകുമെന്ന് നോമ്പിൽ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ കൃത്യതയോടുകൂടിയിട്ട് ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിൽ ജോബ് പശ്ചാത്താപവിവശനായി ചാരം പൂശിയിരിക്കുന്ന കഥയൊക്കെ പറയുന്നുണ്ട്. നിനിവേ നിവാസികളോട് ബന്ധപ്പെടുത്തിയും അവർ ചാക്കുടുത്ത് ചാരം പൂശി പശ്ചാത്താപത്തിൻ്റെ അടയാളങ്ങളെ പേറിയ കഥയുമായി യോനാപ്രവാചകൻ നിൽപ്പുണ്ട്. ഓരോ വിശ്വാസിയും ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പം ഭസ്മത്തെ ഒന്ന് ധ്യാനിക്കണം, നല്ലതാണ്. നമ്മൾ നോമ്പിലൊക്കെ വിഭൂതിയിൽ പൂശുന്ന ഭസ്മം ഉണ്ടാക്കുന്ന വഴിയൊന്ന് ധ്യാനമാക്കിയാൽ വല്ലാതെ നമ്മളെ അത് വിസ്മയിപ്പിക്കും. തലയോശാന ഞായറാഴ്ച ജൈവിളികളോടുകൂടിയിട്ട് യേശുവിനെ വരവേൽക്കാൻ ഉപയോഗിച്ച തെല്ലഹങ്കാരത്തിൻ്റെ, ഒരുപക്ഷെ ജീവിതത്തിൽ വിജയം നേടിയതിൻ്റെ ആ വിജയാഹ്ലാദത്തിൻ്റെ ജൈവിളികളുടെ കുരുത്തോലകളെ ഒരാണ്ടിനപ്പുറം അതിങ്ങനെ ഉണങ്ങി വരണ്ട് ശുഷ്കിച്ച് ശോഷിച്ച് അതിങ്ങനെ ഇരിക്കുന്നത് എടുത്ത് അതിനെ നല്ല സുന്ദരമായിട്ട് കരിച്ച് അതുപയോഗിച്ച് കരി ഉണ്ടാക്കി അതിങ്ങനെ നെറുകയിൽ കുരിശായി ഭസ്മത്തിൻ്റെ രൂപത്തിൽ ചാർത്തുമ്പം എൻ്റെ അഹങ്കാരത്തിൻ്റെ മേൽ ജഡം ഭസ്മമാണ് എന്ന ചിന്തയെ ആഴത്തിൽ എൻ്റെ ജീവിതത്തിൽ പതിപ്പിച്ചുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നോമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പം ഇതിങ്ങനെ ജീവിതത്തിൻ്റെ ഓർമ്മകളായിട്ട്, ഓർമ്മപ്പെടുത്തലുകളായിട്ട് ചങ്കിൽ കൊണ്ട് നടക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത് നാളെയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. ഇന്ന് ജീവിക്കാനായിട്ട് മറന്നു പോവുകയും എന്നിലൂടെ പൂർത്തീകരിക്കപ്പെടാനായിട്ട് സ്വർഗം സ്വപ്നം കണ്ട കാര്യങ്ങളെ കൃത്യതയോടുകൂടിയിട്ട് കൈകാര്യം ചെയ്യാൻ മടി കാണിച്ച് ഏതോ ഒരു സ്വപ്നലോകത്ത് നടക്കുന്നവരായി ജീവിച്ചു കടന്നു പോകുമ്പം ഈ ജഡം ഭസ്മമാണ് എന്ന് ധ്യാനിക്കുമ്പം നാം ഓരോരുത്തരും കുറേയും കൂടെ തിരുത്തലുകൾക്ക് വിധേയപ്പെടാനായിട്ട് എത്ര ഉയർത്തപ്പെട്ടാലും എത്ര വലുതായാലും ഏത് നിമിഷവും നഷ്ടങ്ങളിലേക്ക് കൈവിട്ടു പോകുന്ന അനുഭവങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്ന് നോമ്പ് നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പം നെറ്റിയിൽ പൂശുന്ന കുരിശ് നമ്മളോട് പറയാ, അത് അലങ്കാരത്തിൻ്റെ അടയാളമല്ല, അതെൻ്റെ ആത്മശോധനയുടെ, ആത്മവിമർശനത്തിൻ്റെ, തിരുത്തേണ്ടതിൻ്റെ, തിരിച്ചു വരേണ്ടതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ജഡം ഭസ്മമാണ് എന്ന് ധ്യാനിക്കുമ്പം നമ്മളിൽ ഈ കുരിശ്, ഈ വിഭൂതി അനുഭവത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ അനന്ത സാധ്യതയാവും. നമുക്കും അതിനായി ഒരുങ്ങാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.